ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ നാടൻ അരച്ചുട്ട പത്തിരി എന്ന ഇതിന് നമ്മളെ കോഴിക്കോട് പറയുന്നത്. പിന്നെ പല നാട്ടിലും പല പേരായിരിക്കും. ചിലർ പറഞ്ഞു ഒറോട്ടി എന്നാണ് നമ്മൾ പറയുന്നതെന്ന്. പക്ഷേ ഇത് അരി അരച്ച് നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്നതാണ്. അത് കല്ലിൽ വെച്ച് തന്നെ പരത്തി ചുട്ടെടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു ചിക്കൻ വരട്ടിയതും കാണിക്കുന്നുണ്ട്. ഇത് കുരുമുളക് ഇട്ട് വരട്ടിയതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന 2 റെസിപ്പിയാണ്. പിന്നെ അരി അരച്ച് കുറച്ച് സമയം വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്. ഇതിന് മൂടരി എന്ന് പറയും. പിന്നെ പാരാബോയിൽഡ് റൈസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. എത്ര അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് നിറച്ചു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓവർനൈറ്റ് ഞാൻ കുതിർത്ത് വെക്കുകയാണ്. രാത്രി വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ നമുക്ക് എടുത്ത് അരയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഗ്രൈൻഡർ ഉള്ളവരാണെങ്കിൽ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഗ്രൈൻഡറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ടും. ഇത് കണ്ട് നന്നായി കുതിർന്നിട്ടുണ്ട്. അരിയൊക്കെ നമ്മൾ തൊടുമ്പോൾ തന്നെ പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ മിക്സിയിൽ ഇതുപോലെ നന്നായി വെള്ളം ഒഴിച്ചാലേ അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇതിൽ തരിയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് തന്നെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തോളാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു കൊട്ടയിലേക്ക് പിന്നെ ഒരു ടവൽ വിരിച്ചു കൊടുക്കാൻ പോവാണ്. ടവലോ തോർത്തോ എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള അരിയും അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ബാക്കിയുള്ള വേസ്റ്റ് വെള്ളമൊക്കെ അതിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതൊന്നെങ്കിൽ അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഈ തോർത്താണ് വിരിച്ചു കൊടുത്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് കൊണ്ട് തന്നെ അതൊന്ന് കെട്ടി വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം പോയിക്കോളും. ഉണ്ടോ, ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ താഴേക്ക് പോയിക്കോളും. അപ്പോൾ ഇവിടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു 2-3 മണിക്കൂർ വെക്കുമ്പോഴേക്കും ഇങ്ങനെ ഇതുപോലെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലെ ഞാൻ വലിയൊരു കല്ലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാനിതാ ഇതുപോലെ ഒരു വലിയ ഉരുള മാവ് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് ഈ കല്ലിൽ വെച്ച് തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള പാകത്തിന് വെള്ളം അതിൽ വേണം കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ട് എടുക്കരുത്. ഇങ്ങനെ കുറച്ച് ലൂസിലെടുത്താലേ നമുക്കിതുപോലെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വലുത് വേണമെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം. ഇത് ശരിക്കും റൗണ്ട് കല്ലിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വലിയ പാനിൽ ചുട്ടെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല തടി ഉണ്ടാവും. തടിച്ച പത്തിരിയാണ്. ടയർ പത്തിരി എന്ന് പറയും. അതുപോലെ തന്നെ അരച്ചുട്ട പത്തിരി എന്നാണ് നമ്മളെ കോഴിക്കോട്ടുകാർ പറയുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചുട്ടെടുക്കാം. വലുതാണെങ്കിൽ വലുതാക്കി എടുക്കാം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ചെറുതാക്കിയിട്ട് ചുട്ടെടുക്കാം. പക്ഷേ നേരിയ തീയിലിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുക്കാവണമെങ്കിൽ നേരിയ തീയിലിട്ട് ചുട്ടെടുക്കാം. ഇവിടെ ചെറുതും വലുതും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തിരിച്ചിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ 2 സൈഡും കുക്കായി കഴിഞ്ഞാൽ ഈ സൈഡുകളൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നല്ല കട്ടി ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കുക്കായി വരാൻ സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് ഇങ്ങനെ വലുതാക്കി ചുട്ടെടുത്താൽ മതി, കുറച്ച് കട്ടിയിൽ. അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വരട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഇവിടെ ഒരു 1/4 കപ്പോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. അപ്പോൾ ഇതൊന്ന് നമുക്ക് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ ഒരു ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളിയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച കുരുമുളകും ഇഞ്ചിയും ഉള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ പച്ച സ്മെല്ലൊക്കെ മാറട്ടെ. ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ നല്ല ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ഈ കുരുമുളകിൻ്റെ ഒക്കെ ഒന്ന് ടേസ്റ്റ് ഒന്ന് പിടിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1.5 കിലോ ചിക്കനാട്ടോ. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. ഇത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്താൽ മതിയെന്നേ ഉള്ളൂ. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൽ എരിവും കുരുമുളക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചേർത്ത കണക്കാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അവനവൻ്റെ എരിവിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇറച്ചി മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതിൽ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കുരുമുളകാണ് ഞാൻ എടുത്ത് ചേർത്തത്. അപ്പോൾ ഇത് നല്ല ഒരു ബ്ലാക്ക് കളറായിരിക്കും ഈ കറി. പിന്നെ അധികം വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഈ കറിക്ക് വരുന്നത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 മീഡിയം സൈസ് തക്കാളി ഞാൻ ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പം നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുത്താൽ മതി. പിന്നെ ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അത് നമ്മൾ ചിക്കനായാലും ബീഫായാലും എന്തായാലും ചെറിയ തീയിലിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. അപ്പോൾ ഇതൊന്ന് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ചിക്കൻ വേവാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ലാസ്റ്റ് ടൈമിൽ ഗരം മസാല ചേർക്കുമ്പോൾ ഈ കറിയിൽ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ സ്മെല്ലും ഒക്കെ നന്നായി പിടിച്ചിരിക്കും. കണ്ടോ, കറിയൊക്കെ നല്ല തിക്കായിട്ട് കുറുകിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറി കേട്ടോ. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ, ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബീഫോ എന്ത് വേണമെങ്കിലും ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. കേട്ടോ, നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് കറി. അപ്പോൾ ഈ ഒരു സമയത്ത് തീയൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ചട്ടിയിലോ ഉരുളിയിലൊക്കെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊക്കെ ഡ്രൈ ആയി പോവും, ഇതൊന്ന് തിളച്ച് വറ്റി കഴിയുമ്പോൾ. അപ്പോൾ ഞാനിതാ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കഴിക്കാൻ നേരത്ത് ഈ ഒരു പാകത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരച്ചിട്ട പത്രിയും അതുപോലെ വരട്ടിയെടുത്ത ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സോടെ എന്നോട് പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.